നമ്മുടെ പൂക്കി സി എമ്മിനെ കുറിച്ചാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കി സി എം ഒരു ബ്രാൻഡായി മാറുകയാണ്. വിജയണ്ണൻ തമിഴ്നാട്ടിൽ വന്ന് അവർക്കൊരു വിജയണ്ണനെ കിട്ടിയപ്പോൾ നമുക്ക് ആദ്യം എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പൂക്കി സി എമ്മിനെ കിട്ടുന്നത്, വി ഡി സതീശൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വി ഡി സതീശന് വരാനുള്ള കാരണം? അത് വളരെ പ്രധാനപ്പെട്ടാണ് പറയാൻ. കാരണം കഴിഞ്ഞൊരു 10 വർഷക്കാലം പ്രധാന ജൻസികളൊക്കെ സി എമ്മിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്ത് അവർ കേൾക്കുന്ന സി എമ്മിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ എന്താണ്? പരനാറി, അത്തരം ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, കടക്കുപുറത്ത്, അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഈ ഒരു കമൻ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചിരിക്കുന്ന മുഖമുള്ള ഒരു സി എമ്മിനെ കിട്ടുമ്പോൾ, അതുപോലെ യങ്സ്റ്റേഴ്സിനോട് നല്ല വൃത്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സി എമ്മിനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആഘോഷിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. അല്ലാതെ നമ്മുടെ വി ഡി സതീശൻ തിരിച്ചു കാണുമ്പോൾ തന്നെ ആളെ പൂക്കിയാക്കുന്നതൊന്നും എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചോദിച്ചാണെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. എനിവേ, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പി ആറുകൾ എന്ത് ചെയ്യും, ഓർഗാനിക്കായിട്ടും വരും, ആർട്ടിഫിഷ്യലായിട്ടും വരും. അപ്പോൾ ഓർഗാനിക്കായിട്ട് പി ആർ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പൊളിറ്റീഷ്യന് വിജയിക്കാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. നമ്മൾ LDF ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ് ഒക്കെ വളരെ കോമഡി ആയിരുന്നു. അട്ടർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഇപ്പോൾ ഒരു കാക്കനെ വെച്ചിട്ട് ഒരു വയസ്സായ കാക്ക ക്ഷേമ പെൻഷൻ LDF ഗവൺമെൻറ് വന്നുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത്, LDF ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടൂലായിരുന്നു എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ പഴയ കാലത്ത് നമ്മൾ ദിലീപൊക്കെ പാപ്പി അപ്പച്ചാന്ന സിനിമയിലൊക്കെ ഇറക്കിയ സാധനം ഉണ്ടല്ലോ, കുറച്ച് പൈസ എടുത്തിട്ട് അവിടെ പോയി പറയിപ്പിക്കുക, ആ സ്കീം. അപ്പോൾ ആ സ്കീമൊക്കെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതൊക്കെ ആൾക്കാർ, പ്രത്യേകിച്ച് യങ് ജനറേഷൻ ജെൻസികൾ അതൊക്കെ ഒഴിവാക്കിയ സാധനങ്ങളാണ്. അതിന് പകരം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള PR വർക്കുകൾ നടത്തുക. ഇപ്പോൾ റീസെൻ്റായി നടന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ഒരു കൈൻഡ് ഓഫ് PR വർക്ക് ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് അവിടെ. ഒന്ന് വടശ്ശേരി ദാമോദര മേനോൻ എന്ന വി ഡി സതീശൻ, ആ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് NSS അടക്കമുള്ള സാമുദായിക മുന്നണികൾക്ക് എന്ത് ചെയ്യാണ്, വി ഡി സതീശൻ എതിർക്കുകയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഞാനും മേനോൻ തന്നെയാണ്, ഇവർക്ക് മേനോനായപ്പോൾ ഇവരെ കൈപ്പിടിയിലാകുന്ന ഒരു മേനോനെ കിട്ടണം, അല്ലെങ്കിൽ ഒരു നായരെ കിട്ടണം എന്നാണ് ഇവരുടെ സ്കീം, NSSൻ്റെ ഒക്കെ. എന്നാൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ അവർക്ക് ആർക്കും പറ്റൂല. എന്നാൽ എന്ത് ചെയ്യണം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന വി ഡി സതീശൻ എന്നുള്ള എന്ത് ചെയ്യാണ്, വടശ്ശേരി ദാമോദര മേനോൻ, ആ ഒരു പഞ്ചിൽ പറഞ്ഞതാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി അതല്ല, 6 ഏക്കറാണ് എഴുതി കൊടുക്കുന്നത്, പെട്ടെന്ന് അവിടെ ചെന്ന് കാണുമ്പോൾ അതാണ് എഴുതിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അങ്ങനെ വായിച്ചു പോയതാവാനും സാധ്യതയുണ്ട്. എനിവേ, ആ ഒരു നമ്മൾ ആട് 3 സിനിമ കണ്ടിട്ടില്ലേ, ഡ്യൂഡ്, ഡ്യൂഡ്, ഡ്യൂഡിൻ്റെ ഒരു ഫുൾ ഫോം ഒക്കെ പറയുന്ന സ്കീം ഉണ്ടല്ലോ, എന്താ പറയുക, ദാമോദരൻ ഉണ്ണിമകൻ ഡ്യൂഡ്, ആ സ്കീം. അതുപോലെയുള്ള ആ ഒരു പുതിയ ജനറേഷൻ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൈ നിട്ടതാണോ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് ബ്രില്യൻറ്റ്. കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. വളരെ പെട്ടെന്ന് വല്ലാന്ന് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾ. അപ്പോൾ അത് പുതിയ ജനറേഷനുള്ള പൊളിറ്റീഷ്യനൊക്കെ അനുകരിക്കുന്നത് നന്നാവും. അപ്പോൾ ആ ഒരു സ്കീമിൽ വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞതാണോ എന്നറിയില്ല. എനിവേ, വി ഡി സതീശൻ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ സമയത്തുണ്ടായ മറ്റൊരു ഒന്നാണ് അമ്മാളുമ്മ സ്റ്റേജിലേക്ക് കയറി വന്നാണ്ട്. അമ്മാളുമ്മ നേരത്തെ തന്നെ വി ഡി സതീശൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെ ഒരു ഫാനാണ്. അത് വി ഡി സതീശൻ ചെയ്തു കൊടുത്ത ഹെൽപ്പിൻ്റെ ഫലമായിട്ടായിരിക്കും. ഏതായാലും പറവൂരുള്ള ആളാണെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങേര് എവിടെ എത്തിക്കണ്, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുൻനിരയിൽ വന്നു, അവരെ സ്റ്റേജിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അവരെ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ പേജിൽ വരെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇൻക്ലൂസീവ്നെസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് PR വർക്കാണ്. കാരണം ഇങ്ങനെയൊക്കെ നടത്തിയാലേ ആൾക്കാർ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് ചെയ്യുക, അട്രാക്റ്റായി വരുള്ളൂ. അപ്പോൾ അതൊരു നല്ല പ്രവണതയെന്ന് വെച്ചാൽ വളരെ നല്ല കാര്യമാണ്. അത് വൃത്തിക്കും വെടിപ്പിനും എല്ലാവരും നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പൂക്കി സി എം നന്നായിട്ട് എന്ത് ചെയ്യും, നല്ല കമൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ചിരിക്കാത്ത ഒരു മുഖ്യമന്ത്രിനെ ഒരു 10 വർഷത്തേക്ക് കണ്ടതിന് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടാണ് ഈ പൂക്കി സി എമ്മിനെ കുറിച്ച് ആളുകൾ ഇത്രത്തോളം സംസാരിക്കുന്നത്. ഏതായാലും മിനിസ്റ്റർ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വി ഡി സതീശനാണ്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വാഹന മോഡിഫിക്കേഷൻ, അത് പ്രധാനപ്പെട്ട ഒരു കമൻ്റായിരുന്നു. അതൊക്കെ നമുക്ക് നടത്താം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അത് വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ അതിലെന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ വരും. മനസ്സിലായോ? അതൊക്കെ നേരത്തെ കാലത്തും ആര് ചെയ്യണമായിരുന്നു, നമ്മുടെ LDF ഗവൺമെൻറ് ചെയ്യണമായിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പുതിയ ഗവൺമെൻറ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും, അവർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പിന്തുണ കിട്ടും. അതിലാരും കുശും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ KSRTCയിൽ ജൂൺ 15 മുതൽ എന്ത് ചെയ്യാണ്, സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോവുകയാണെന്നൊക്കെ കേട്ടത്. എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും, അത് നോർത്തിനും സൗത്തിനും എത്ര ഡിവിഷൻ ഉണ്ടാക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാടൊക്കെ പറഞ്ഞാൽ ഇതാണ്, പെരിന്തൽമണ്ണ കരുവാരക്കുണ്ടാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു റോഡ് എന്ന് പറയുന്നതാണ് കരുവാരക്കുണ്ട് ടു മഞ്ചേരി. അവിടെ ഒരു KSRTC ഓടുന്നില്ല. നമുക്കൊന്നും അതിൻ്റെ ഉപകാരം കിട്ടൂല എന്നുള്ളൊരു സത്യമാണ്. എന്നാലും ആ ഒരു എന്താ പറയുക, അവർ മുന്നോട്ട് വെച്ച ആശയം അത് നമുക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പോൾ ഇതൊക്കെയാണ് പൂക്കി സീമിനെ കുറിച്ച് പറയാനുള്ളത്. കുറേ പറയാണ്ട് വീഡിയോ സെർച്ചിനെ കുറിച്ചും. ഇനി നിങ്ങൾ തന്നെ ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഇനി എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് നോക്കുക. വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുക, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. അല്ല പ്രതിപക്ഷത്തെ ആണ് ശരിക്കും മാധ്യമ പ്രവർത്തനം, അല്ലാതെ എന്തല്ല ഭരണപക്ഷത്തെ എങ്ങനെ ഓച്ചാനിച്ചുകൊണ്ട് അവരെങ്ങനെ പൊക്കി പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കറക്റ്റീവ് വോയിസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ വോയിസ് എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വോയിസ് ആവേണ്ടത്.